29.11 കോടി ദിർഹം ചെലവിൽ അലൈനിൽ വരുന്ന പുതിയ റോഡ് വികസന പദ്ധതിയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് അലൈനിൽ പുതിയ റോഡ് വികസന പദ്ധതി കൊണ്ടുവരുന്നത്. പുതിയ പദ്ധതി പ്രകാരം അൽ സറൂജ് ജില്ലയെയും അലൈൻ വ്യവസായ മേഖലയെയും ബന്ധിപ്പിക്കുന്ന ഈ പദ്ധതി 2027 ജൂൺ അവസാനത്തോടെയാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഇൻഡസ്ട്രിയൽ ഏരിയയിലെ അൽ മസൂദ് ഇന്റർചേഞ്ചിനെയും അൽസഖർ റൗണ്ട് അബൌട്ടിലെ പുതിയ സിഗ്നലൈസ്ഡ് ജംഗ്ഷനെയും ബന്ധിപ്പിച്ച് ഇരുവശത്തേക്കും 3.2 കിലോമീറ്റർ നീളത്തിലാണ് പുതിയ പാത വരുന്നത്. 120 മീറ്റർ നീളമുള്ള തുരങ്കം പ്രധാന ആകർഷണമായിരിക്കും ഈ പദ്ധതിയുടെ. 5.2 കിലോമീറ്റർ സൈക്ലിംഗ് ട്രാക്ക് ഉണ്ടാവും, 6 കിലോമീറ്റർ നടപ്പാത ഉണ്ടാവും, 6 ബസ് സ്റ്റോപ്പുകൾ എന്നിവയും ഈ പദ്ധതിയുടെ ഭാഗമാണ്. ഇത് 2027 പൊതുജനങ്ങൾക്ക് ഈ സംവിധാനങ്ങൾ ആസ്വദിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നാണ് റോഡ് വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് അറിയിക്കാനുള്ളത്. ദുബായ് ഇറ്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ലോകത്തിന് നൽകുന്ന പുതിയ പ്രവർത്തന ലക്ഷ്യമാണ്, പുതിയ സംഭാവനയാണ്. ഏറ്റവും വേഗതയിൽ അസാധ്യമായ കാര്യങ്ങളെ ഏറ്റവും ഗുണനിലവാരത്തോടെ പടുത്തുയർത്തുക എന്ന ദുബായിയുടെ പ്രവർത്തന ലക്ഷ്യം, ജീവിത ലക്ഷ്യം എല്ലാ മേഖലകളിലും കൊണ്ടുവരിക എന്നുള്ളതാണ് ദുബായ് ഇറ്റ് എന്നുള്ള പദ്ധതി. അത് ജീവിതത്തിലും സമസ്ത മേഖലകളിലും പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ്. ദുബായ് എന്ന നഗരം മരുഭൂമിയിൽ പടുത്തുയർത്തിയത് വളരെ വേഗത്തിലാണ്, എന്നാൽ ഏറ്റവും സുന്ദരമായി, ഏറ്റവും ക്വാളിറ്റിയോടുകൂടി, ഏറ്റവും ഭംഗിയായാണ് എന്നുള്ളതാണ്. വേഗത പ്രധാനപ്പെട്ട കാര്യമാണ്, അതുപോലെ തന്നെയാണ് കൃത്യതയും ഗുണനിലവാരവും. എല്ലാ മേഖലകളിലും അത് കൊണ്ടുവരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച ദുബായ് ഇറ്റ് എന്ന പ്രവർത്തന ലക്ഷ്യത്തിലൂടെ അദ്ദേഹം പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് ബന്ധപ്പെട്ട കക്ഷികൾ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടു എന്നുള്ള ശുഭവാർത്തകൾ ഇറാനിയൻ വൃത്തങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നതാണ് ഇന്നിപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇറാനിയൻ പ്രസിഡന്റ് മെസൂദ് പെഷസ്കിയാനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചതായി ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. ഡിജിറ്റലിയാണ് കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് നടത്താനിരുന്ന ഈ കരാർ ഒപ്പുവെക്കൽ ചടങ്ങ് മാറ്റിവെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇതിനോടനുബന്ധിച്ച് പുറത്ത് വരുന്നുണ്ട്. കരാറിൽ വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. 14 കരാറാണ്. ഇത് അന്തിമ കരാറല്ല എന്നുള്ളത് ആദ്യം തന്നെ പറയട്ടെ. ഇത് 60 ദിവസങ്ങൾക്കകം അന്തിമ കരാറിലേക്ക് എത്താനുള്ള ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമുണ്ട്. ഇപ്പോ നിലവിൽ എല്ലാ തരത്തിലുള്ള, എല്ലാ ഫ്രണ്ടിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുക, ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുക, ഇറാൻ സമ്പുഷ്ടീകരണ യുറേനിയം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായി സഹകരിക്കുക, ഇറാന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് $300 കോടി സഹായം, നിക്ഷേപം നൽകാനുള്ള നീക്കങ്ങളുണ്ട്. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഇതിലേക്കായിട്ടുണ്ട്. അങ്ങനെ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്ന പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ അടങ്ങിയ ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നറിയപ്പെടുന്ന കരാറാണിപ്പോൾ ഒപ്പുവച്ചിരിക്കുന്നത്. ഇനി അന്തിമ കരാറിലേക്കുള്ള ചർച്ചകളും കാര്യങ്ങളും ഈ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ നടക്കും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എന്തായാലും അതിനിടെ കല്ലുകടിയായിട്ട് ചില കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകുമെങ്കിലും ഹോർമൂസ് കടലിടുക്കിന്മേലുള്ള പൂർണ്ണ അധികാരം ഇറാനാണ്. ഒരു നിശ്ചിത ഫീസ് കപ്പലുകളിൽ നിന്ന് ഇറാൻ ഈടാക്കുമെന്ന് ഇറാനിയൻ സ്പീക്കറുടേതായിട്ടുള്ള ഒരു പ്രസ്താവന കൂടി വന്നിട്ടുണ്ട്. അതൊരു ചെറിയ കല്ലുകടിയാണ്. എങ്കിലും കരാറുമായി ബന്ധപ്പെട്ട മൊത്തം വിവരങ്ങൾ ഏറെക്കുറെ പുറത്തു വരുമ്പോൾ അമേരിക്കയിൽ നിന്ന് തന്നെ ചില എതിർപ്പുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ ഇറാനോട് മൃദു സമീപനം സ്വീകരിച്ചു ട്രംപ് ഭരണകൂടം എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. എന്നാൽ ഇതൊരു മെമ്മോറാണ്ടമാണ്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ധാരണാപത്രമാണ്. ഇതൊരു അന്തിമ കരാറല്ല. ഏതെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ ഉണ്ടായാൽ ആക്രമണം പുനരാരംഭിക്കുന്നതിലേക്കായി കാര്യങ്ങൾ എത്തും എന്നും ട്രംപ് ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും നിലവിലെ ഒരു സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ സമാധാനത്തിന്റെ ഒരു പുലരിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എല്ലാ രംഗത്തു നിന്നും ഇപ്പോൾ വരുന്നത്. ഇന്ധന നീക്കം വരെ സ്തംഭിച്ച് ലോകം മുഴുവനും ഈ യുദ്ധം ബാധിച്ച അവസ്ഥയിലായിരുന്നു. അതൊക്കെ അവസാനിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുന്നു. പശ്ചിമേഷ്യ
വീണ്ടും സമാധാനത്തിലേക്ക് വരുന്നു എന്നുള്ളത് വലിയ ആശ്വാസമാണ് പശ്ചിമേഷ്യൻ മേഖലകളിൽ മാത്രമല്ല ലോകമെമ്പാടും ഇപ്പോൾ നൽകിയിരിക്കുന്നത്.